റിസർച്ചാണ്. കാരണം ഞാൻ SCMS പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ കുട്ടികൾക്ക് ഉള്ളൊരു ആക്ടിവിറ്റി ആയിരുന്നു പുതിയ പുതിയ കോൺസെപ്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവർ പ്രസന്റ് ചെയ്യുക എന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു പ്രസന്റേഷനിൽ വന്നൊരു ടോപ്പിക്കാണ് ഗെയിമിഫിക്കേഷൻ. അപ്പോൾ 2017 ഗെയിമിഫിക്കേഷനെ കുറിച്ച് ആളുകൾ അറിഞ്ഞു വരുന്നേ ഉള്ളൂ. ഈ കോൺസെപ്റ്റ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. എൻ്റെ ക്യാരക്ടറും എൻ്റെ ബിലീഫ്സും എൻ്റെ പേഴ്സണാലിറ്റി ആയിട്ട് വളരെ യോജിച്ചു പോകുന്ന ഒരു കോൺസെപ്റ്റായിട്ട് എനിക്ക് തോന്നി. അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചു, അതിനെക്കുറിച്ച് ക്ലാസ്സുകൾ എടുത്തു, അതിനെക്കുറിച്ച് പുസ്തകങ്ങൾ എഴുതി, അതിനെക്കുറിച്ച് കൂടുതൽ സർട്ടിഫിക്കേഷൻസ് എടുത്തു. അപ്പോഴാണ് അതിൻ്റെ റെലവൻസും ഇത് നമ്മുടെ സമൂഹത്തിലും നമ്മുടെ ക്ലാസ് മുറികളിലും ഒക്കെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഇമ്പാക്റ്റിനെ കുറിച്ചൊരു കൺവിക്ഷൻ എനിക്ക് കിട്ടിയത്. അപ്പോൾ അതിനുശേഷമാണ് ഞാൻ എക്സ്റ്റെൻസീവ്ലി ഇതിനെക്കുറിച്ച് ഇത് ആസ് എ പെഡഗജി പ്രൊമോട്ട് ചെയ്തുകൊണ്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് കേരളയ്ക്ക് വേണ്ടിയിട്ട് കോവിഡ് ടൈമിൽ 1000 VHSC ടീച്ചേഴ്സിന് വേണ്ടി നമ്മൾ ഗുരു എന്ന് പറഞ്ഞ ഒരു ഗെയിമിഫിക്കേഷൻ 3 ദിവസത്തെ ഗെയിമിഫിക്കേഷൻ ട്രെയിനിങ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ബേസിൽ നമ്മുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ VS ശിവൻകുട്ടി സാറ് നമുക്ക് ഒരു അപ്രീസിയേഷൻ ഒക്കെ തരികയുണ്ടായി. അതുപോലെ ഇപ്പോൾ ഓൾ ടുഗദർ ഒരു 200-നടുത്ത് സെഷൻസ് ഗെയിമിഫിക്കേഷനിൽ മാത്രം ചെയ്തിട്ടുണ്ട്.